ഹലോ, വെൽക്കം ടു കോഡ് ക്ലാസ്സസ്. അപ്പൊ നമ്മളെ കെട്ടിലും മട്ടിലും ഒക്കെ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സോ നമുക്ക് പുതിയ രീതിയിലുള്ള ക്ലാസ്സുകളിലേക്ക് കടക്കാം. സോ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളുടെ പുതിയതായിട്ട് ആഡ് ഓൺ ചെയ്ത കുറച്ച് കാര്യങ്ങൾ. അതിൽ എല്ലാവരും ഭയങ്കര വറീഡ് ആവേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പൊ നമുക്ക് കുറെ പ്ലാൻ ഫാമിലീസിന്റെ കാര്യം എക്സ്ട്രാ ആഡ് ഓൺ ചെയ്തിട്ടുണ്ടെന്ന് ഈ പറയുന്ന NMC പബ്ലിഷ് ചെയ്ത സിലബസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആക്ച്വലി ഈ പറയുന്ന സാധനം അതിൽ രണ്ടു മൂന്നെണ്ണം നിങ്ങൾ ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. അതിൽ ഒരു ഫാമിലിനെ പറ്റിയിട്ടാണ് ഇന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുത്തു തരുന്നത്. അപ്പൊ എന്താണ് ഈ പ്ലാൻ ഫാമിലീസിന്റെ നമ്മൾ ആ ഒരു പ്ലാൻ ഫാമിലീസ് പഠിക്കുന്ന സമയത്ത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത് ഈ സെമി ടെക്നിക്കൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് എ ടിപ്പിക്കൽ ഫ്ലവറിംഗ് പ്ലാന്റ്. അതായത് നമ്മൾ പ്ലാന്റിന്റെ എന്താ പറയാ ഒരു ഡിസ്ക്രിപ്ഷൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ ഫ്ലോറൽ ഡയഗ്രാം ആൻഡ് എ ഫ്ലോറൽ ഫോർമുല നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ്പ്രസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളത് സിമ്പിൾ സിമ്പിൾസും നമ്പേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുക, അത് ഡിസ്ക്രൈബ് ചെയ്യുക. അപ്പൊ അതിൽ ആദ്യം നമ്മൾ നോക്കാനുള്ളത്, ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഇനിയുള്ള എന്താ പറയാ ഇനിയുള്ള കാര്യങ്ങളിൽ ഞാൻ അത് എന്ത് ചെയ്യില്ല, പറയില്ല. സോ ഫസ്റ്റ് തിങ് വി ആർ ഗോയിങ് ടു ഡു ഈസ് വാട്ട് ഈസ് ബ്രാക്റ്റ്. ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ബ്രാക്റ്റിയേറ്റ് എന്ന് പറയും, ബ്രാക്റ്റ് ഇല്ലെങ്കിൽ ഇബ്രാക്റ്റിയേറ്റ് എന്ന് പറയും. ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഫ്ലോറൽ ഫോർമുലയ്ക്കകത്ത് BR എന്ന് റെപ്രസെന്റ് ചെയ്യും അല്ലെ. ഇബ്രാക്റ്റിയേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, EBR എന്ന് നമ്മൾ എന്ത് ചെയ്യും, റെപ്രസെന്റ് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് നമുക്ക് ആകെ ഒരു ഫാമിലി മാത്രമേ പഠിക്കാൻ ഉള്ളൂ. നേരത്തെ നമുക്ക് എത്ര എണ്ണം ഉണ്ടായിരുന്നു, 3 എണ്ണം ഉണ്ടായിരുന്നു. 3 അല്ല, യഥാർത്ഥത്തിൽ 4 ഫാമിലി ഉണ്ടായിരുന്നു. പക്ഷെ ആരും ശ്രദ്ധിച്ചിട്ടില്ല. നിങ്ങൾക്ക് ഫാമിലീസ് എങ്ങനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുക, അല്ലെങ്കിൽ അതിൽ ഫ്ലോറൽ ഫോർമുലയും ഫ്ലോറൽ ഡയഗ്രാമും എങ്ങനെയാണ് എഴുതുക എന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ബ്രസീക്കേസി എന്ന് പറയുന്ന ഒരു ഫാമിലിനെ കൊടുത്തിരുന്നു. അത് ഇപ്പൊ അത് ആഡ് ഓൺ മെറ്റീരിയൽ ആയിട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇറ്റ് ഈസ് ദെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. എനിവേ, അപ്പൊ നമ്മൾ ഈ പറയുന്ന BR എന്നാണ് എന്ത് ചെയ്യുക, നമ്മൾ ഫ്ലോറൽ ഫോർമുലയ്ക്കകത്ത് ബ്രാക്റ്റ് ഉണ്ടെങ്കിൽ BR എന്ന് കൊടുക്കും, ബ്രാക്റ്റ് ഇല്ല എങ്കിൽ EBR എന്ന് കൊടുക്കും. ഇനി മെയിൽ ആണ് ഫ്ലവർ എങ്കിൽ, മെയിൽ ഫ്ലവർ ആണെങ്കിൽ വി വിൽ ബി ഷോയിങ് ഇൻ ലൈക്ക് ഇങ്ങനെ ഒരു വട്ടം ഇട്ടിട്ട് മുകളിലോട്ട് ഒരു ആരോ കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ്സ് എ മെയിൽ ഫ്ലവർ. മെയിൽ ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ സിമ്പിൾ കൊണ്ടാണ്. ഫീമെയിൽ ഫ്ലവറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഏത് സിമ്പിൾ കൊണ്ടാണെന്ന് അറിയാലോ, വട്ടം ഇട്ട് താഴേക്ക് ഒരു പ്ലസ് ഇട്ട് കഴിഞ്ഞാൽ അതെന്താണ്, ഫീമെയിൽ ഫ്ലവർ ആണ്. ആൻഡ് ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഈ എന്താ പറയാ ഫ്ലോറൽ ഫോർമുലയിലുള്ള ആ സിമ്പിൾസ് ഞാൻ എന്താണ് ജസ്റ്റ് ഒന്ന് റെപ്രസെന്റ് ചെയ്യാണ്. ബൈസെക്ഷൽ ആണെങ്കിൽ നമ്മൾ ഈ പറയുന്ന സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. ഇനി അക്റ്റിനോമോർഫിക്, സൈഗോമോർഫിക്, ദാറ്റ് ഈസ് റെപ്രസെന്റിംഗ് വാട്ട്, ഇറ്റ് ഈസ് ദ സിമട്രി ഓഫ് ദ ഫ്ലവർ അല്ലെ. സിമട്രി ഓഫ് ദ ഫ്ലവർ ആണ്. The flower can be divided into 2 equal halves through any plane passing through the center. നമ്മൾ അതിനെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ, അക്റ്റിനോമോർഫിക് എന്ന് പറഞ്ഞ് റെപ്രസെന്റ് ചെയ്യും. If the flower can be divided into 2 equal halves through only one plane passing through the center ആണെങ്കിൽ നമ്മൾ അതിനെ സൈഗോമോർഫിക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും അല്ലെ. ആൻഡ് കാലിക്സ് എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ അതിന്റെ എന്താണ് ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത് സീലാണ്. പക്ഷേ കൊറോളയും സീൽ ആയതുകൊണ്ട് ഇഫ് യു ആർ യൂസിങ് ദ സെയിം ലെറ്റർ ഫോർ എന്താ പറയുക കാലിക്സ് ആൻഡ് കൊറോള, ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് കൺഫ്യൂസിങ് അല്ലെ. അതുകൊണ്ട് കാലിക്സിനെ നമ്മൾ എന്താണ് പ്രൊനൗൺസ് ചെയ്യുന്നതിൽ K എന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, കുറച്ചുകൂടെ എന്താണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ K എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. സോ ഇഫ് യു ആർ ഹാവിംഗ് കാലിക്സിന്റെ യൂണിറ്റ്സ് എന്താണ്, സെപ്പൽസ് അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് സെപ്പൽസ് ഇപ്പൊ ഫോർ എക്സാമ്പിൾ സെപ്പൽസ് 4 എണ്ണം ഉണ്ട് എങ്കിൽ നിങ്ങൾ ആ നമ്പർ എവിടെ ഈ Kയുടെ താഴെ റെപ്രസെന്റ് ചെയ്യും. ഇനി നിങ്ങൾക്ക് അറിയാം സെപ്പൽസ് യുണൈറ്റഡ് ആണെങ്കിൽ വി കോൾ ഇറ്റ് as ഗാമോസെപ്പാലസ് ആൻഡ് ഫ്രീ ആണെങ്കിൽ പോളിസെപ്പാലസ്. ഗാമോസെപ്പാലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക, ഓൾറെഡി നോൺ ആണ് അല്ലെ. ഇനി അടുത്തെന്താണ് കൊറോളനെ റെപ്രസെന്റ് ചെയ്യുന്നത് C എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചിട്ടാണ്. സിയും അതേപോലെ തന്നെ, സി ഇപ്പോ 5 എണ്ണം ഉണ്ട് എങ്കിൽ 5 എണ്ണം എന്ന് പറയുന്നത് പെറ്റൽസ് ആണ്. പെറ്റൽസ് 5 എണ്ണം ഉണ്ട് എങ്കിൽ 5 എന്ന് റെപ്രസെന്റ് ചെയ്യുക. അത് ബ്രാക്കറ്റ് ഇല്ലാതെ ആണെങ്കിൽ പോളി പെറ്റാലസ് ആണ്, അതായത് ഫ്രീ ആണ്. ആൻഡ് ഇപ്പോ ബ്രാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് ഫ്യൂസ്ഡ് ആണെന്ന് നമുക്ക് മനസ്സിലായി, അല്ലെങ്കിൽ അത് ജോയിന്റഡ് ആണെന്ന് മനസ്സിലായി. ഇനി ആൻഡ്രീഷ്യത്തിനെ നമ്മൾ A എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു, A എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് ഓക്കെ, A എന്ന് പറയുന്ന ആൽഫബറ്റ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. ആൻഡ് എയുടെ താഴെ നമ്മളിപ്പോ എന്താണ് ഇപ്പം ഫോർ എക്സാമ്പിൾ 9+1 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 9 എന്താണ് സ്റ്റേമൻസ് ആർ യുണൈറ്റഡ് ടു ഫോം 1 ബണ്ടിൽ ആൻഡ് 1 ഈസ് എന്താണ് സെപ്പറേറ്റഡ്, അത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് മനസ്സിലാവും. അത് ഡയാഡൽഫസ് കണ്ടീഷൻ എന്നാണ് നമ്മൾ അതിനെ പറയുക അല്ലെ. ഇനി ഗൈനീഷ്യത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക, G എന്ന് പറയുന്ന ആൽഫബറ്റ് വെച്ചിട്ടാണ്. ഇതിലാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. G ഇപ്പൊ നമ്മൾ 2 എന്ന് റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ കാർപ്പൽസ് ആർ 2. ആൻഡ് എന്താ പറയാ ഇത് എന്താണ് ഫ്യൂസ്ഡ് ആണെങ്കിൽ നമ്മൾ ബ്രാക്കറ്റിൽ റെപ്രസെന്റ് ചെയ്യും. ഇനി ജിയുടെ താഴെ നമ്മൾ വരയിടുകയാണെങ്കിൽ ജിയുടെ താഴെ നമ്മൾ വരയിടുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി എന്താ പറയാ സുപ്പീരിയർ ഓവറി അല്ലെ. സുപ്പീരിയർ ഓവറി. ജിയുടെ മുകളിലാണ് വരയിടുന്നതെങ്കിലോ ഇൻഫീരിയർ ഓവറി അല്ലെ. ഹൈപ്പോഗൈനസും എപ്പിഗൈനസും ഫ്ലവറും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. സോ ദീസ് ആർ ദ സിമ്പിൾ സിംബൽസ് യൂസ് ടു റെപ്രസെന്റ് എ ഫ്ലവറിംഗ് പ്ലാൻ യൂസിങ് എ ഫ്ലോറൽ ഫോർമുല. ഒരു ഫ്ലോറൽ ഫോർമുല വെച്ച് ആ ഫ്ലവറിന്റെ ഡീറ്റെയിൽസ് നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള സിമ്പിൾസ് ആണ്.
സോ വി ആർ മൂവിങ് ഓൺ ടു ദ മെയിൻ തിങ്, ദാറ്റ് ഇസ് ദ ഫാമിലി. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഫാമിലി എന്ന് പറയുന്നത് ബ്രസിക്കേസിയ അല്ലെങ്കിൽ ക്രൂസിഫെറേ. ബ്രസിക്കേസിയ അല്ലെങ്കിൽ ക്രൂസിഫെറേ. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് മസ്റ്റാർഡ് ഫാമിലി. കടുകിന്റെ ഫാമിലിയാണ് എന്ത് ഈ ബ്രസിക്കേസിയ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ എക്കണോമിക്കൽ ഇമ്പോർട്ടൻസിൽ ഒരു കാര്യമായി. ഫുഡിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന കടുകിനെ എന്താണ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മസ്റ്റാർഡ് ഓയിൽ അല്ലെ, ഓയിൽ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. സോ ഇവിടെ ഞാൻ ഇതിന്റെ ഫ്ലോറൽ ഡയഗ്രമും തന്നിട്ടുണ്ട്, ഫ്ലോറൽ ഫോർമുലയും തന്നിട്ടുണ്ട് അല്ലെ. ഫ്ലോറൽ ഡയഗ്രമും ഉണ്ട്, ഫ്ലോറൽ ഫോർമുല ഉണ്ട്. അതില് ഫ്ലോറൽ ഡയഗ്രത്തിൽ നിങ്ങൾക്ക് കാണാം ഇത് മദർ ആക്സിസ് ആണ് കാണിച്ചിരിക്കുന്നത്. ആൻഡ് ഹിയർ ഈ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് എന്താണ്, ഇത് നിങ്ങളുടെ എന്താ പറയാ കാലിക്സ് ആണ്. ആൻഡ് നെക്സ്റ്റ് വൺ കൊറോള, അത് കഴിഞ്ഞാൽ ആൻഡ്രീഷ്യം, പിന്നെ ഗൈനീഷ്യം. ഇതേ പിക്ചർ ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റും കാണിച്ചു തരുന്നുണ്ട്. സോ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽഡ് പോയിന്റിലേക്ക് പോവാം. ബ്രസിക്കേസിയ അല്ലെങ്കിൽ ക്രൂസിഫെറേ അല്ലെ. അപ്പൊ നമ്മള് നെക്സ്റ്റ് പോകുമ്പോ ഫ്ലവറിനെ പറ്റിയിട്ട് പറയുമ്പോൾ ഇവിടെ ഓരോന്നേരം നമുക്ക് എഴുതി പോവാം അല്ലെ. ഫ്ലവറിൽ ആദ്യം പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അക്ടിനോമോർഫിക് എന്നാണ് പറയുന്നത് അല്ലെ. അക്ടിനോമോർഫിക് എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്, എനി പ്ലെയിൻ പാസിംഗ് ത്രൂ ദ സെന്റർ ഡിവൈഡ്സ് ദ ഫ്ലവർ ഇൻടു 2 ഈക്വൽ ഹാഫ്സ്. അപ്പൊ നമ്മൾ അതിന്റെ സിമ്പൽ എന്തായിരിക്കും യൂസ് ചെയ്യുക, അക്ടിനോമോർഫിക് ഫ്ലവറിന്റെ സിമ്പൽ എന്താ യൂസ് ചെയ്യുക, ദാ ഇങ്ങനെ യൂസ് ചെയ്യും അല്ലെ. ആൻഡ് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ വേർഡ്സും ഈ ഫ്ലവറിൽ ഉണ്ട്. എല്ലാ വേർഡ്സും, അതായത് കാലിക്സ് ഉണ്ട്, കൊറോള ഉണ്ട്, ആൻഡ്രീഷ്യം ഉണ്ട്, ഗൈനീഷ്യം ഉണ്ട്, എല്ലാം ഉള്ളതുകൊണ്ട് ഇറ്റ്സ് എ എന്താണ് കംപ്ലീറ്റ് ഫ്ലവർ നമുക്ക് പറയാം. ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ ഫ്ലവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഓൾ ദ സ്ട്രക്ചേഴ്സ് ദാറ്റ് ആർ എന്താണ് ബിലോ ദ ഓവറി എന്നാണല്ലോ പറയുന്നത് അല്ലെ. ഓവറിയുടെ താഴെയാണ് എല്ലാ സ്ട്രക്ചേഴ്സും വരിക. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ജിയുടെ അടിയിൽ വര കൊടുക്കണം അല്ലെ. ഹൈപ്പോഗൈനസ് ആണ് ഫ്ലവർ. ബൈസെക്ഷൽ ഫ്ലവർ ആണ് അല്ലേടാ. ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കാണിക്കുക, അതായത് മുകളിലേക്ക് ഒരു ആരവും താഴേക്കൊരു പ്ലസ് ഇടുക. ആൻഡ് ഡൈ ഓർ ടെട്രാമീറസ്. ഇതിന്റെ ഫ്ലോറൽ വേർഡ്സിന്റെ നമ്പർ ഒന്നുകിൽ 2ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലെങ്കിൽ 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ദാറ്റ് ഈസ് ഡൈ ഓർ ടെട്രാമീറസ് എന്ന് പറയുന്ന കണ്ടീഷൻ. ക്ലിയർ? ഇനി അടുത്ത കാര്യം നമുക്ക് നോക്കാം. നെക്സ്റ്റ് തിങ് ദാറ്റ് ഈസ് കാലിക്സ് ഔട്ടർ മോസ്റ്റ് വേൾ ഓഫ് ദ ഫ്ലവർ അല്ലെ. കാലിക്സിലെ സെപ്പൽസിന്റെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. സെപ്പൽസ് 4 എണ്ണമാണ് അല്ലെ. സെപ്പൽസ് 4 in നമ്പർ ആണ്. ആൻഡ് സെപ്പൽസ് ആർ ഫ്രീ അല്ലെ. സെപ്പൽസ് ആർ ഫ്രീ എന്നാണ് പറയുന്നത് അല്ലെ. സെപ്പൽസ് യുണൈറ്റഡ് അല്ല. അപ്പോ നിങ്ങൾ അത് മനസ്സിലാക്കുക. ഇനി പോളിസെപ്പാലസ് കണ്ടീഷൻ ആണ്. അറേഞ്ച്ഡ് ഇൻ 2 വേൾഡ്സ് ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ. നിങ്ങൾ ആ പിക്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും സെപ്പൽസ് അറേഞ്ച് ചെയ്തിരിക്കണം എങ്ങനെയാണെന്ന് അല്ലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതില് 2 സെപ്പൽസ് ഇങ്ങനെയും 2 സെപ്പൽസ് ഇങ്ങനെയുമാണ് അല്ലെ. അതായത് ഔട്ടർ 2 സെപ്പൽസ് ഒരേ റിങ്ങിന്റെ അല്ലെങ്കിൽ ഒരേ സർക്കിളിന്റെ ലൈനിങ്ങിലും വരും. ആൻഡ് ഇന്നർ രണ്ടെണ്ണം ഉള്ളിലേക്ക്. അപ്പൊ ഇതൊരു ഇംബ്രിക്കേറ്റ് എസ്റ്റിവേഷൻ ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എപ്പോഴും കെ കാലിക്സ് എഴുതുന്ന സമയത്ത് കെ 2+2 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. 2+2 എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുക. കാരണം 2 എണ്ണം പുറത്തും 2 എണ്ണം അകത്തും. ആൻഡ് നെക്സ്റ്റ് വൺ, അപ്പൊ ഇത് കഴിഞ്ഞല്ലോ, കാലിക്സ് കഴിഞ്ഞു. അടുത്ത ഏതാ ഉള്ളത്, നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് കൊറോള അല്ലെ. കൊറോളനെ പറ്റി പറയുമ്പോൾ കൊറോളയിൽ പെറ്റൽസ് 4, അതായത് യൂണിറ്റ്സ് എത്രയാണ്, 4 എണ്ണമാണ്. അതായത് പെറ്റൽസ് 4 എണ്ണമാണ്. പോളിപെറ്റാലസ് പെറ്റൽസ് എന്താണ്, ഫ്രീ ആണ്. ദേ ആർ നോട്ട് യുണൈറ്റഡ്. വാൽവേറ്റ് എസ്റ്റിവേഷൻ. അപ്പൊ ഇത് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമുക്ക് ആക്ച്വലി ഇതെങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, പെറ്റൽസിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന്, ഇങ്ങനെ ഒന്ന് അല്ലെ. ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അതായത് ഒരേ സർക്കിളിന്റെ ലൈനിൽ നമുക്ക് എന്താണ് 4 പെറ്റൽസും കാണാൻ പറ്റും. ആൻഡ് എസ്റ്റിവേഷൻ ഈസ് വാൽവേറ്റ്. അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, ഇറഗുലർ അല്ല, ഒരേ എന്താണ് ലൈനിലാണ് വരുന്നത്. സോ വാൽവേറ്റ് എസ്റ്റിവേഷൻ. ഓക്കെ. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ആൻഡ്രീഷ്യം. ആൻഡ്രീഷ്യത്തിന്റെ പ്രത്യേകത എന്താണ്, ആൻഡ്രീഷ്യത്തിലെ സ്റ്റേമൻസ് 6 എണ്ണം ഉണ്ട്. ഓക്കെ, 6 എണ്ണം ഉണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷെ അതില് 2 എണ്ണം ഔട്ടർ സൈഡിലും 4 എണ്ണം ഇന്നറുമാണ്. 2 ഔട്ടർ ആൻഡ് 4 ഇന്നർ. ഇതിനെ ടെട്രാ ഡൈനാമസ് കണ്ടീഷൻ എന്നാണ് പറയുക. ഓക്കെ, ടെട്രാ 4, ഡൈനാമസ് 2. ഓക്കെ, അപ്പൊ 2 എണ്ണം ഔട്ടർ ആൻഡ് 4 എണ്ണം ഇന്നർ. അതില് ഔട്ടർ ഉള്ളതിന്റെ സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ദാറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ഇത് ഓർത്ത് വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ആ ഫ്ലോറൽ ഡയഗ്രാം കണ്ടാൽ മനസ്സിലാവും. ഞാൻ അത് ലാസ്റ്റിലേക്ക് വരാം. ഓക്കെ, ആൻഡ്രീഷ്യം കഴിഞ്ഞു. നെക്സ്റ്റ് വൺ ദാറ്റ് ഈസ് ഗൈനീഷ്യം ബൈ കാർപ്പലറി ആണ്. അതായത് 2 കാർപ്പൽ ഉണ്ട്. ദേ ആർ യുണൈറ്റഡ്, അവര് ജോയിന്റഡ് ആണ്. അതുകൊണ്ടാണ് സിൻകാർപ്പസ് എന്ന് പറയുന്നത്. യൂണിലോക്കുലാർ, അതായത് നിങ്ങൾ ഓവറിക്ക് അകത്ത് കയറി നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കമ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് സിംഗിൾ ആണ്, യൂണിലോക്കുലാർ ആണ്. ബിക്കംസ് ബൈലോക്കുലാർ ഡ്യൂ ടു ഫോർമേഷൻ ഓഫ് ഫാൾസ് സെപ്റ്റം. ഓക്കെ, അപ്പൊ അത് മെച്ചുവേർഡ് ആയി വരുന്ന സമയത്ത് അതിലൊരു സെപ്റ്റം ഫോർമേഷൻ നടക്കും. അപ്പൊ അത് ബൈലോക്കുലാർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇറ്റ് ഈസ് നോട്ട് എ ട്രൂ സെപ്റ്റം, ഇറ്റ്സ് എ ഫാൾസ് സെപ്റ്റം എന്ന് മനസ്സിലാക്കുക. ആൻഡ് ദ പ്ലാസന്റേഷൻ there is എന്താ പറയാ, പരൈറ്റൽ പ്ലാസന്റേഷൻ ആണ് വരുന്നത്. പരൈറ്റൽ പ്ലാസന്റേഷൻ എന്താണെന്ന് അറിയാമല്ലോ. ദാറ്റ് ഈസ് നിങ്ങൾ അത് പഠിച്ചതായിരിക്കും അല്ലെ. ഏതൊക്കെ തരം പ്ലാസന്റേഷൻ എന്ന് പറഞ്ഞു, ആക്സിയൽ, പരൈറ്റൽ, ഫ്രീ സെൻട്രൽ അല്ലെ.
ബേസൽ എന്നൊക്കെ പറഞ്ഞ മാർജിനൽ അതൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പൊ അതിൽ പരൈറ്റൽ പ്ലാസന്റേഷൻ ആണ് ഇവര് കാണിക്കുക. ഓക്കെ, വീണ്ടും അടുത്ത് നെക്സ്റ്റ് വൺ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കാം അല്ലെ. ദീസ് പ്ലാന്റ്സ്, ഈ പ്ലാന്റ്സ് മോസ്റ്റ്ലി എന്താണ്? ഹെർബ്സ് ആണ്. ഹെർബ്സ് ആണ്. ഷെർബ്സ് ഉണ്ടാവാം, ആനുവൽസ് അല്ലെങ്കിൽ ബൈനിയൽസ് ആവാം. സ്റ്റെം ഇറക്റ്റ് ആണ്, ഹെർബേഷ്യസ് ആണ്, അതേപോലെ തന്നെ റെയർലി വുഡി. ഓക്കെ, വലിയ തടിയനായിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കുറവാണ്. ലീവ്സ് ആൾട്ടർനേറ്റ് ആണ്, ഫിലോടാക്സി ആണ് പറയുന്നത്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആയിരിക്കാം. സിമ്പിൾ ലീഫ് ആണ്, എക്സ്റ്റിപ്പുലേറ്റ്, സ്റ്റിപ്യൂൾസ് ഇല്ല. അപ്പൊ ഇതൊക്കെ ഞാൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ ലീവ്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച ടേംസ് തന്നെയാണ്. ഇനി ഇതിന്റെ എക്കണോമിക് ഇമ്പോർട്ടൻസിലേക്ക് വരുമ്പോൾ ഞാൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ആഡ് ഓൺ ചെയ്തിട്ടുള്ളൂ. അത് ഫുഡിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ കുറെ പ്ലാന്റ്സിനെ യൂസ് ചെയ്യുക. അതിൽ ഒന്നാമത്തതാണ് മസ്റ്റാർഡ് പ്ലാന്റ്. മസ്റ്റാർഡ് പ്ലാന്റ് സയന്റിഫിക് നെയിം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അടുത്തത് ക്യാബേജ്, ബ്രസീക്ക ഒളറേസിയെ, അതെന്താണ്? ക്യാബേജ് ആണ്. അത് കഴിഞ്ഞാൽ ബ്രസീക്ക ബോട്ടേറിസ്, അത് എന്താണ്? കോളിഫ്ലവർ ആണ്. പിന്നെ ഓർണമെന്റൽ ആയിട്ട്, അതായത് നമുക്ക് എന്താ പറയാ, ഭംഗിക്ക് വേണ്ടിയിട്ട് വളർത്താൻ വരുന്നതാണ് കാൻഡി ടഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലവറിംഗ് പ്ലാന്റ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഓർണമെന്റൽ ആൻഡ് ഓൾസോ അതിന് മെഡിസിനൽ വാല്യൂ ഒക്കെ ഉണ്ട്. ദാറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ ഈ കാര്യങ്ങൾ ഓർത്ത് വെക്കാം. മസ്റ്റാർഡ് പ്ലാന്റ് ഓർത്ത് വെക്കാം, ക്യാബേജ്, കോളിഫ്ലവർ ഒക്കെ ഇതിലാണ് വരുന്നത്. അപ്പൊ കൂടുതലും ഫുഡാണ്. പിന്നെ അതേപോലെ തന്നെ മസ്റ്റാർഡിൽ നിന്ന് ഓയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റും. നൗ കമ്മിങ് ഓൺ ടു ദ ലാസ്റ്റ് തിങ്, ദാറ്റ് ഈസ് ഇത്. ഇനി നിങ്ങൾ നോക്കുക, ഈ ഫ്ലോറൽ ഫോമിലും ഈ ഫ്ലോറൽ ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആണ്. നോക്കടാ, ഈ സിമ്പിൾ നോക്ക്, ഇവിടെ ഈ സിമ്പിൾ നോക്ക്, എന്താ അത്? ദാറ്റ് ഈസ് അക്ടിനോമോർഫിക് അല്ലെ. അക്ടിനോമോർഫിക് ആണ് ഫ്ലവർ. ഇതെന്താ പറയുന്നത്? ബൈസെക്ഷൽ അല്ലെ, ബൈസെക്ഷൽ. ഇവിടെ എന്താ പറയുന്നത്? കാലിക്സ് 2+2. എന്തുകൊണ്ട് 2+2 വന്നു? ഇത് രണ്ടും പുറത്തും ഇത് രണ്ടും അകത്തുമാണ് അല്ലെ. അപ്പൊ അതെന്താണ് 2+2 എന്ന് എഴുതിയാൽ എന്താ കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഇനി കൊറോള 4. ഓക്കെ, കൊറോള 4 ഇത് ഒരു ഇപ്പൊ ഒരു ഗ്രീക്ക് ക്രോസ് പോലെയാണ് അതിന്റെ പൊസിഷനിങ് വരുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ഒരു ക്രോസ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇവിടെയുമാണ് എന്ത് ചെയ്യുക? ആ പറയുന്ന കൊറോളയുടെ യൂണിറ്റ്സ് ആയിട്ടുള്ള പെറ്റൽസ് വരിക. ആൻഡ്രീഷ്യം 2+4. 2+4 എന്ന് പറയാൻ കാരണം എന്താ? ഇവിടെ 2 എണ്ണം അല്ലെ, 1 2 എണ്ണം ഇവിടെ പുറത്തും, ആൻഡ് ഈ പറയുന്ന 4 എണ്ണം എന്താണ്? ഇവിടെയും കാണാൻ പറ്റും. ഓക്കെ, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് 2+4 അല്ലെ, ടെട്രാഡൈനാമസ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഗൈനീഷ്യം, ഗൈനീഷ്യത്തിന് താഴെയാണ് വര വന്നിരിക്കുന്നത്. അപ്പൊ സുപ്പീരിയർ ഓവറി ആണ്. അപ്പൊ എന്താണ്? ഹൈപ്പോഗൈനസ് ഫ്ലവർ ആണ്. ഹൈപ്പോഗൈനസ് ഫ്ലവർ, അതിൽ എന്താണ്? കാർപ്പൽസ് 2 എണ്ണം, ആൻഡ് ദേ ആർ യുണൈറ്റഡ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് സിൻകാർപ്പസ് കണ്ടീഷൻ. ഇത്രയുമാണ് നമുക്ക് എന്താ പറയാ, ഈ പറയുന്ന ഫാമിലി. ഏത് ഫാമിലിയാടാ? ദാറ്റ് ഈസ് ബ്രസീക്കേസിയയിൽ പഠിക്കാനുള്ളത്. സോ ബ്രസീക്കേസിയ അല്ലെങ്കിൽ ക്രൂസിഫറ എന്ന് പറയുന്ന ഫാമിലിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദിസ് യു ഹാവ് ടു സ്റ്റഡി. ഇനി അടുത്ത ആഡ് ഓൺ ചെയ്ത ഫാമിലിയുമായിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണാം. സോ അതുവരെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.